quoted the same word against communists in Kerala. It was that act. But now, Kerala, which is going to be called Kerala after a few minutes, technically, I stand with folded hands before the Narendra Modi government. It was a noble gesture for the then Chief Minister of Kerala to take this call from a social media wish and prayer by the people of Kerala. കേരളത്തിലെ ജനങ്ങളാണ് ആവശ്യപ്പെട്ടത്. ഒരു രാഷ്ട്രീയ കക്ഷിയും ഒരു ഭരണകക്ഷിയും പ്രതിപക്ഷവുമല്ല. കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ഒരു മലയാളം ചാനലിലൂടെ മുഴങ്ങട്ടെ കേരളം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനിലൂടെയാണ് ഇത് ആവശ്യപ്പെട്ടതും അത് മനസ്സിലാക്കിയ അന്നത്തെ ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇത് റെസല്യൂഷനായി കൊണ്ടുവന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഘടകകക്ഷികളും എല്ലാവരും ചേർന്നാണ് ഏകസ്വരത്തിൽ ഈ റെസല്യൂഷൻ പാസ്സാക്കിയത്. പക്ഷെ ആ റെസല്യൂഷൻ പാസ്സാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അവകാശത്തിന് കേരളത്തിന്റെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന കേരള എന്ന നാമകരണത്തിൽ നിന്ന് കേരള പിറവിക്ക് ശേഷം 50 വർഷത്തിന് മേലെയായി കേരളം എന്ന് വിളിക്കപ്പെടാൻ കേരളത്തിന്റെ സംസ്കാരത്തോട് ചേരുന്ന ഒരു നാമകരണത്തിലേക്ക് എത്താൻ ശ്രീ നരേന്ദ്രമോദി വേണ്ടി വന്നെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഇവിടെ ഉന്നയിച്ച് എനിക്ക് തോന്നുന്നു BRSന്റെ ബഹുമാനീയനായ MP ആണ് പറഞ്ഞത്, അംഗമാണ് പറഞ്ഞത്, കേരളത്തെ വികസനത്തിന്റെ കാര്യത്തിൽ ചേർത്ത് പിടിക്കണം. I wish Sanjay Singh ji also was there. He also mentioned the same thing. Kerala was denied. വയനാടിൽ കൊടുത്ത കാശിനെ സംബന്ധിച്ച് നിർമ്മല സീതാരാമൻ ജിയും അമിത്ഷാ ജിയും അനേകം തവണ 2 ഫ്ലോറിലും വന്ന് വ്യക്തമായി ഓൺ റെക്കോർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ചോദ്യം ചെയ്യാൻ ഇവർക്കൊന്നും ഇന്ന് വരെ സാധിച്ചിട്ടില്ല. വയനാടിനെ സംബന്ധിച്ച് കിട്ടിയ പണത്തെ സംബന്ധിച്ച് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് അവിടെ കരക്കമ്പി ശക്തമായി ഓടി നടക്കുന്നുണ്ട്. I hope you all are getting a perfect translation of whatever I have talked in Malayalam. But my Malayali brothers and sisters in Kerala should know the fake intent, the fake heart of those people who wanted this bill to be discussed and passed. In their absence, I have to be trying to convince them. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും. വലിയ സന്തോഷത്തോടെയാണ് എല്ലാവരും, എനിക്ക് തോന്നുന്നു ഇപ്പോൾ സൂര്യൻ ഉദിച്ചിട്ടില്ലാത്ത ലോകത്തിന്റെ പ്രദേശങ്ങളിൽ വരെ മലയാളികൾ ഒരുപക്ഷെ ഈ മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാവും. ഞാൻ ഒട്ടും തന്നെ വൈകിപ്പിക്കുന്നില്ല. കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ കോൺഗ്രസ് ഒരു 40 വർഷത്തിന് മേലെയെങ്കിലും സധൈര്യം നല്ല ഭൂരിപക്ഷത്തിൽ ഭരിച്ച കാലഘട്ടത്തിൽ എന്ത് നൽകി? നാഷണൽ ഹൈവേയുടെ കാര്യത്തിലായാലും ശരി തന്നെ, ഇന്ത്യൻ റെയിൽവേസിന്റെ കാര്യത്തിലായാലും ശരി തന്നെ, എന്തവർക്ക് നൽകുവാൻ സാധിച്ചു? ഇന്ന് വളരെ അഭിമാനത്തോടെ ഭാരതത്തിന് മുഴുവൻ നരേന്ദ്രമോദി സർക്കാരിന്റെ അശ്വിനി വൈഷ്ണവിന്റെ മിടുക്കോടുകൂടി ഒരു വന്ദേ ഭാരത് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാവരെയും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയും മംഗലാപുരം വരെയും ഓടുന്ന വന്ദേ ഭാരതിൽ കാണാതെ നമുക്ക് ആ വാഹനത്തിൽ സഞ്ചരിക്കാനാവില്ല. Everyone wants a ticket into the Vande Bharat. ഇതൊരു വലിയ റെയിൽ റെവല്യൂഷനാണ് നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ളത്. എല്ലാവർക്കും വന്ദേ ഭാരത് എല്ലാ സ്റ്റേഷനിലും നിർത്തണം. ഇനി അമൃത് ഭാരത് സ്റ്റേഷൻസ്, പ്രേം നസീർ എന്ന് പറയുന്ന മഹാനൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ചിറയൻകീഴ് എന്ന് പറയുന്ന സ്റ്റേഷന്റെ അവസ്ഥ 2 വർഷം മുമ്പ് എന്തായിരുന്നു എന്ന് ഈ പറയുന്ന ആ പ്രദേശത്തുകാരനാണെന്നാണ് എൻ്റെ വിശ്വാസം, ശ്രീ A റഹീം അടക്കമുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഒന്ന് ഓർത്തെടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇന്ന് ആ ചിറയൻകീഴ് സ്റ്റേഷൻ ഏത് പരുവത്തിലേക്ക് എത്തി? കൊല്ലം
തൃശ്ശൂരിന്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. റീഡെവലപ്മെന്റ് വർക്ക്സ് 300 ചില്ലുവാനം കോടിയാണ്. കൊല്ലത്ത് ഏകദേശം 380 കോടിയോളമാണ് ചിലവാക്കുന്നത്. എറണാകുളം സൗത്ത് ആൻഡ് നോർത്ത്. കേരളത്തിന്റെ വികസന കാര്യത്തിൽ നരേന്ദ്രമോദി കേരളത്തെയും മലയാളികളെയും വാരി പുണരുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഹി ഹാസ് എംബ്രേസ്ഡ് കേരള. വാട്ട് മോർ ഡു യു വാണ്ട്? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്വന്തം മൂക്കിന് താഴെ നടക്കുന്നത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ശ്രീ സഞ്ജയ് സിംഗ് ജി ആയാലും ശരി തന്നെ, മറ്റ് ഇവിടെ ഇരിക്കുന്ന ജാർഖണ്ഡിൽ നിന്ന് വന്നിട്ടുള്ള MP-മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജാർഖണ്ഡിലെ കുഞ്ഞുങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമങ്ങളെയും ചോദിക്കാനുള്ള ചോരത്തിളപ്പ് ഞരമ്പുകളിൽ ഉണ്ടാവണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് ബെല്ലടിച്ചു കഴിഞ്ഞാൽ സംസാരിക്കുന്നത്, യു വുഡ് ഹാവ് നോട്ടിസ്ഡ് ഈവൻ വെൻ ഐ വാസ് എ മെമ്പർ ഇൻ ദിസ് ഹൗസ്, ഐ നെവർ ക്രോസ് ദ ബെൽ. ബട്ട് ഗിവ് മീ ജസ്റ്റ് 1 minute. I will complete. പ്രേം നസീറിൻ്റെയും സത്യൻ്റെയും മധുവിൻ്റെയും മണ്ണാണ്. M. മുകുന്ദൻ്റെയും MT വാസുദേവൻ നായരുടെയും വയലാറിൻ്റെയും ദേവരാജൻ്റെയും ജോൺസൺ മാഷയുടെയും ഒക്കെ മണ്ണിനാണ് ഇനി കേരള എന്ന് മറന്ന് കേരളം എന്ന് വിളിച്ചോളൂ എന്ന് പറയുന്ന വലിയ നെറ്റിപ്പട്ടം ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സർക്കാർ ചാർത്തി നൽകുന്നത്. 4 വരി മലയാളത്തിൽ ഒരു മഹാകവി എഴുതിയത്, സംഗീതജ്ഞൻ ചിട്ടപ്പെടുത്തിയത്, വിശ്വഗായകൻ ശ്രീ KJ യേശുദാസിൻ്റെ ശബ്ദത്തിൽ ഇന്നും മലയാളികൾ ഓർക്കുന്ന ഗാനം. കേരളം കേരളം കേളികൊട്ടുണരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാമെൻ കേരളം. താങ്ക് യു.